നമസ്കാരം. ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളുമായി ഇന്ന് സംഭവിച്ചത് ആരംഭിക്കുന്നു. ഞാൻ പ്രവിതാലക്ഷ്മി. വിശദമായ വാർത്തകൾ നോക്കാം. തകഴിയിൽ കൊടും ക്രൂരത. തകഴി കുന്നുമ്മലിൽ നവജാത ശിശുവിനെ കൊന്നു കുഴിച്ചിട്ടതായി സംശയം. കൊല്ലനാടി പാടശേഖരത്തിന്റെ തെക്കേ ബണ്ടിന് സമീപത്തുനിന്ന് മൃതദേഹം കണ്ടെടുത്തു. അവിവാഹിതയായ മാതാവും ആൺസുഹൃത്തും ഉൾപ്പെടെ 3 പേർ കസ്റ്റഡിയിൽ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കൊലപാതകമാണോ എന്ന് സ്ഥിരീകരിക്കാനാകുമെന്ന് പോലീസ്. രക്തസ്രാവമുണ്ടായതിനെ തുടർന്ന് പെൺകുട്ടി ആശുപത്രിയിലെത്തിയതോടെയാണ് നാടിനെ ഞെട്ടിച്ച സംഭവം പുറത്തറിഞ്ഞത്. കുഞ്ഞിനെ അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിച്ചുവെന്നാണ് പെൺകുട്ടി ആദ്യം മൊഴി നൽകിയത്. മൊഴിയിലെ വൈരുദ്ധ്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ ആശുപത്രി അധികൃതർ പോലീസിൽ വിവരമറിയിച്ചു. ചോദ്യം ചെയ്യലിൽ കുഞ്ഞിനെ തന്റെ ആൺസുഹൃത്തിന് കൈമാറിയെന്ന് യുവതി മൊഴി നൽകി. ഇന്നലെ രാത്രി ആൺസുഹൃത്ത് തോമസ് ഔസേപ്പ്, സഹായി അശോക് എന്നിവരെ പൂച്ചാക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 1-ാം പ്രതിയായ തോമസ് ഔസേപ്പാണ് മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം പോലീസിന് കാണിച്ചു കൊടുത്തത്. നവജാത ശിശുവിന്റേത് കൊലപാതകമാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് ആലപ്പുഴ SP ചൈത്ര തെരേസ ജോൺ. അത് അറിയില്ല, നമുക്ക് തീരുമാനിക്കാൻ സമയമായിട്ടില്ല. ആയിരുന്നു കുഴിച്ചിട്ട നിലയിൽ തന്നെ. അതെ അയാൾ തന്നെ കാണിച്ചത്. അതെ, നമ്മളുടെ ഒരു അസംഷനിൽ ഒരു മോർ ദാൻ 2 ഡേയ്സ് എന്തായാലും ആയിട്ടുണ്ട്. നമ്മുടെ അടുത്ത് 2 പേര് കസ്റ്റഡി ഉണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് കുട്ടി എങ്ങനെയാണ് മരിച്ചതെന്ന് വ്യക്തമാകുക. കുട്ടിയുടെ അമ്മ പോലീസ് നിരീക്ഷണത്തിൽ ആശുപത്രിയിൽ തുടരുകയാണ്. ഈ മാസം 7-ാം തീയതിയാണ് പെൺകുട്ടി കുഞ്ഞിന് ജന്മം നൽകിയത്. മൃതദേഹത്തിന് 2 ദിവസത്തിലധികം പഴക്കമുള്ളതായി SP വ്യക്തമാക്കി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടിയുടെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞാൽ അമ്മയെ അടക്കം പ്രതിയാക്കിയാകും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുക. പ്രതികളുടെ അറസ്റ്റ് ഇന്ന് രാത്രി രേഖപ്പെടുത്തും. 24 ആലപ്പുഴ. വയനാടിന് കണ്ണീർ ഞായർ. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ഇന്ന് നടത്തിയ ജനകീയ തിരച്ചിലിൽ 3 ശരീരഭാഗങ്ങൾ കണ്ടെത്തി. പരപ്പൻപാറയിൽ നിന്നാണ് ശരീരഭാഗങ്ങൾ ലഭിച്ചത്. ജനകീയ തിരച്ചിൽ എത്ര നാൾ തുടരണം എന്നതിൽ തീരുമാനം പിന്നീടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ഇന്ന് രാവിലെ 9 മണിക്ക് തിരച്ചിൽ തുടങ്ങി. 100 കണക്കിന് ആളുകളാണ് ജനകീയ തിരച്ചിലിൽ പങ്കാളികളായത്. NDRF, ഫയർഫോഴ്സ്, പോലീസ്, പ്രാദേശിക ജനപ്രതിനിധികൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരും അണിനിരന്നു. പരപ്പൻപാറയിൽ നിന്ന് 2 ശരീരഭാഗങ്ങൾ കണ്ടെത്തി. റിപ്പണിൽ നിന്ന് പോയ സംഘമാണ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. അട്ടമലയിൽ 2 എല്ലിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയെങ്കിലും മനുഷ്യന്റേതാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. മുട്ടിന്റെ മോഡലായിട്ട് തോന്നുന്നുണ്ട്. ഏതായാലും മൃഗത്തിന്റെ ആണോ മനുഷ്യന്റെ ആണോ എന്നുള്ളത് നമ്മൾ കൈമാറിയിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് വരുമ്പോൾ അറിയാം. ഒരു കാർട്ടിലേജ് പോലെയാണ് തോന്നുന്നത്. മൃദുവായിട്ടുള്ള അസ്ഥി പോലെയാണ് നമുക്ക് കാഴ്ചയിൽ ദർശിക്കാൻ കഴിയുന്നത്. സൂചിപ്പാറയിൽ എയർ ലിഫ്റ്റിംഗ് വൈകിയതിനാൽ സന്നദ്ധ പ്രവർത്തകർ ശരീരഭാഗങ്ങൾ വനത്തിലൂടെ ചുമന്നുകൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. മഴ പെയ്തിട്ട് കയറാൻ പറ്റാത്ത ഒരവസ്ഥയിലുള്ള ഹെലികോപ്റ്റർ 3 മണി വരെ കാത്തുനിന്ന് എത്തിയില്ല. ഇനി കൂടുതൽ കാത്തുനിന്നിട്ട് ഹെലികോപ്റ്റർ എത്തിയില്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ നടക്കാനുള്ള ബുദ്ധിമുട്ട് രാത്രിയാകുമ്പോൾ കഴിയില്ല. അപ്പോൾ ഞങ്ങൾ ബോഡി വഹിച്ചിട്ട് ഡേഞ്ചർ സിറ്റുവേഷനിലാണ്. ദുരന്തബാധിതരുടെ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിച്ചായിരിക്കും തിരച്ചിലെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ക്യാമ്പിൽ നിന്ന് വരുന്നവർ ചൂണ്ടിക്കാട്ടുന്ന സ്ഥലങ്ങൾ കുറെ കൂടി നന്നായി പരിശോധിച്ചു വരികയാണ്. എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ, അതൊക്കെ നടപ്പിലാക്കി മുന്നോട്ട് പോകാനാണ് ആഗ്രഹം. കനത്ത മഴയെ തുടർന്ന് തിരച്ചിൽ ഇന്ന് നേരത്തെ അവസാനിപ്പിച്ചു. നാളെ പുഴയുടെ കൂടുതൽ ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തും. ദുരന്ത പശ്ചാത്തലത്തിൽ പഠനം നടത്താൻ ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ 5-അംഗ വിദഗ്ധ സംഘം ഈ മാസം 19-ന് ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, അട്ടമല എന്നീ പ്രദേശങ്ങൾ സന്ദർശിക്കും. 24 വയനാട്. മുണ്ടക്കൈ മേഖലയിൽ ജനകീയ തിരച്ചിലിന്റെ ഭാഗമാകാനെത്തിയ മന്ത്രി AK ശശീന്ദ്രൻ ദുരന്തഭൂമിയിൽ പൊട്ടിക്കരഞ്ഞു. ഉരുൾപൊട്ടലിൽ പിതാവിനെയും സഹോദരനെയും നഷ്ടപ്പെട്ട 17-കാരൻ മുഹമ്മദ് ഇസഹാക്കിന്റെ സങ്കടത്തിന് മുന്നിൽ മന്ത്രിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. എന്ത് സമാധാനം പറയണമെന്ന് അറിയില്ലെന്നും മഹാദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവരെ ചേർത്ത് നിർത്തണമെന്നും മന്ത്രി. മുണ്ടക്കൈ പള്ളിക്ക് സമീപം ഉരുൾ നാമാവിശേഷമാക്കിയ വീട്ടിലേക്ക് എത്തിയ മന്ത്രിയോട് 17-കാരൻ മുഹമ്മദ് ഇസ്ഹാഖ് പറഞ്ഞു, ഇതാണ് വീട്, പിതാവിനെയും സഹോദരനെയും കിട്ടിയിട്ടില്ല. പുഞ്ചിരിമട്ടത്ത് താമസിച്ചിരുന്ന മാതാവിന്റെ സഹോദരിയുടെ കുടുംബവും
ആ ദുരന്ത രാത്രി ഈ വീട്ടിലുണ്ടായിരുന്നു. നമ്മളെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട് അവിടെ പുഞ്ചിരിവട്ടത്താണ്. അപ്പോൾ ഓൽക്കൊന്നും അവിടെ നല്ല മഴ ഉണ്ട് പറഞ്ഞപ്പോൾ ഓലയും കൂടി നമ്മളെ വീട്ടിലേക്ക് ഇതാക്കി. ഓലെല്ലാവരും ഉണ്ടായിരുന്നു, ഉമ്മാൻ്റെ അനിയത്തിയും മക്കളും, പിന്നെ എൻ്റെ ഉമ്മയും ഇപ്പിയും 2 കാക്കമാരും കാക്കാൻ്റെ പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു. പാപ്പാനെ കിട്ടിയില്ല. മന്ത്രി ഇസ്ഹാഖിനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ അദ്ദേഹം വിങ്ങിപ്പൊട്ടി. ഇങ്ങനൊരു കാഴ്ചക്ക് സാക്ഷിയാകേണ്ടി വരുമെന്ന് ജീവിതത്തിൽ ഒരിക്കലും ചിന്തിച്ചതല്ല. ഇവരോട് ഞാൻ എന്തുത്തരാ പറയാ? അവരുടെ ചോദ്യത്തിന് ഒരു ഉത്തരവില്ല. ഞാനിപ്പോൾ അവരെ പറ്റി ആലോചിക്കാതെ നമുക്കൊക്കെ ഇത്ര പ്രയാസം ഉണ്ടെങ്കിൽ അവരെ പ്രയാസം എന്തായിരിക്കും നമ്മൾ ആലോചിക്കുന്നത്. അതുകൊണ്ട് എനിക്കെല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക, അവരെ രക്ഷിക്കാൻ സഹായിക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഉരുൾപൊട്ടലിൽ പരിക്കേറ്റ ഇസ്ഹാഖിന്റെ മാതാവ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം നരിക്കുനിയിലെ ബന്ധുവീട്ടിലാണ്. ബന്ധുവായ അയ്യൂബിനൊപ്പം നരിക്കുനിയിൽ നിന്നാണ് ഇസ്ഹാഖ് മുണ്ടക്കയിലേക്ക് എത്തിയത്. നഷ്ടപ്പെട്ടു പോയതിന് തിരിച്ചെന്തായാലും ഞാൻ എത്ര തന്നാലും അതുപോലെ ആവൂല. പിന്നെ അനിയൻ്റെ ഒരു മോൻ നഷ്ടപ്പെട്ട്, പിന്നെ അനിയൻ്റെ ഭാര്യൻ്റെ അനിയത്തിൻ്റെ മോനും വാപ്പയൊക്കെ നഷ്ടപ്പെട്ടു. എൻ്റെ വാപ്പ അവിടെ നിന്നാണ് നഷ്ടപ്പെട്ടത്. മഹാദുരന്തത്തിൽ തനിക്ക് നഷ്ടപ്പെട്ടത് കുടുംബത്തിലെ 26 പേരെയെന്ന് മുണ്ടക്കൈ സ്വദേശി സുൽത്താൻ. ഞാൻ എൻ്റെ മോളെ വീട്ടിലേക്ക് ഞാൻ പോയി. എൻ്റെ അനിയനും ഫാമിലി എൻ്റെ മാമൻ്റെ വീട്ടിലേക്ക് പൂളക്കാട് റോഡിൽ അവിടെയും പോയി. അവിടെ നിന്നാണ് എല്ലാവരും 26 പേരുണ്ടായി മൊത്തം. തലേ ദിവസമേ പോയി, ഞങ്ങൾ മാറിപ്പോയതാ. അങ്ങനെയാണ് 26 പേര് ആ 2 വീടുകളിലായിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ മൊത്തം അവരെല്ലാവരും പോയി. ജനകീയ തിരച്ചിലിന് സൂചന നൽകാനെത്തിയ ദുരിതബാധിതരുടെ ബന്ധുക്കൾക്കും സങ്കടം സഹിക്കാനായില്ല. തിരച്ചിലിന് സൂചന നൽകാൻ ഈ ദുരന്തഭൂമിയിലേക്ക് എത്തിയ ബന്ധുക്കൾ അവരുടെ സർവ്വതും നഷ്ടപ്പെട്ടതു കണ്ട് പൊട്ടിക്കരയുന്ന കാഴ്ചയാണ് കണ്ടത്. ജനകീയ തിരച്ചിൽ തുടരണോ എന്ന കാര്യം അവരുടെ കൂടി ബന്ധുക്കളുടെ കൂടി നിർദ്ദേശങ്ങൾക്കു ശേഷം അക്കാര്യം പരിഗണിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. മുണ്ടക്കയിൽ നിന്നും വിപിൻ വേളിക്കൊപ്പം അലക്സ്, റാം മുഹമ്മദ്, 24. ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിനെ ചേർത്തു നിർത്താൻ എന്റെ കുടുംബം വയനാടിനൊപ്പം എന്ന പദ്ധതിയുമായി 24 ഫ്ലവേഴ്സ് കുടുംബം. പദ്ധതിക്കായി പണം സ്വരൂപിക്കാൻ 24 കണക്റ്റും ഫ്ലവേഴ്സ് ഫാമിലി ചാരിറ്റബിൾ സൊസൈറ്റിയും ചേർന്ന് രൂപം നൽകിയ 24 കണക്ട് ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തു. ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിൽ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരാണ് ആപ്ലിക്കേഷൻ അവതരിപ്പിച്ചത്. ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിനി അതിജീവനത്തിന്റെ നാളുകളാണ്. ദുരന്തബാധിതരുടെ അതിജീവനത്തിന് 24 ഫ്ലവേഴ്സ് ജീവനക്കാരുടെയും പ്രേക്ഷകരുടെയും കൈത്താങ്ങായി എന്റെ കുടുംബം വയനാടിനൊപ്പം എന്ന ബൃഹത് പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. ഈ പദ്ധതിക്ക് പണം സ്വരൂപിക്കുന്നതിനായി 24 കണക്റ്റും ഫ്ലവേഴ്സ് ഫാമിലി ചാരിറ്റബിൾ സൊസൈറ്റിയും ചേർന്ന് രൂപം നൽകിയ ആപ്പാണ് ഇന്ന് അവതരിപ്പിച്ചത്. ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിൽ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരാണ് ആപ്പ് അവതരിപ്പിച്ചത്. നമ്മൾ 24 കണക്ട് ഒപ്പമുണ്ട്. വയനാടിനെ നമ്മൾ അണച്ചു നിർത്തും. വയനാടിന്റെ ദുഃഖങ്ങൾ പങ്കിടാൻ നമ്മളൊപ്പം ഉണ്ടാകും. ഇനി അതിജീവനത്തിന്റെ നാളുകളാണ്. മുന്നോട്ടുള്ള യാത്രയിൽ വയനാട് ഒറ്റയ്ക്കല്ല. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരും 24 ഫ്ലവേഴ്സ് ജീവനക്കാരും അതിഥികളും അവതാരകരും 24ൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും കലാകാരന്മാരും ഒക്കെ ഒന്നിച്ച് ഒരേ മനസ്സോടെ 24 കണക്കിൻ്റെ കുടക്കീഴിൽ വയനാടിനായി ഒന്നിക്കുന്നു. നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഈ മൊബൈൽ ആപ്പ് ഞാൻ പുറത്തിറക്കുന്നു. ഒന്നിച്ചു പോകാം, ഒന്നിച്ച് അതിജീവിക്കാം ഈ പ്രതിസന്ധിയെ. വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള 24 കണക്റ്റിന്റെ എന്റെ കുടുംബം വയനാടിനൊപ്പം പദ്ധതിയെ മന്ത്രിമാർ സ്വാഗതം ചെയ്തു. ദുരന്തമുഖത്ത് 24 നടത്തിയ ഇടപെടൽ സർക്കാരിന് കരുത്തു പകർന്നുവെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. മനുഷ്യനെ രക്ഷിക്കാനുള്ള ഭഗീരഥ പ്രവർത്തനവുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ആ ശ്രമങ്ങളിൽ സുമനസ്സുകളുടെ എല്ലാം സഹായവും പിന്തുണയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്വാഭാവികമായും ആ കൂട്ടത്തിൽ സാധാരണ ജനങ്ങളോടൊപ്പം നിന്ന് ശീലമുള്ള 24ഉം പങ്കുചേരുന്നു എന്നത് ആഹ്ലാദകരമായ ഒരു കാര്യമാണ്, ആശ്വാസം നൽകുന്നൊരു കാര്യമാണ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി 24 കണക്ട് ആപ്പ് പുറത്തിറക്കിയതിനെ മന്ത്രി PA മുഹമ്മദ് റിയാസും അഭിനന്ദിച്ചു. 24 ന്യൂസ് തുടക്കം മുതലേ ഈ രക്ഷാദൗത്യ പ്രവർത്തനത്തിൽ എടുത്തൊരു സമീപനമുണ്ട്. പൊതുവേ മാധ്യമങ്ങളെല്ലാം എടുത്തതാണ്.
24 അതിൽ പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ആപ്പ് എന്നുള്ള ഈ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചിരിക്കുന്നു. അത് SKN ഉൾപ്പെടെ ശരീരം സ്റ്റുഡിയോയിലാണെങ്കിലും മനസ്സ് ഞങ്ങൾക്കൊപ്പം ഇവിടെ വയനാട്ടിലാണ് എന്നുള്ളത് തെളിയിക്കുകയാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് 24 കണക്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ആൻഡ്രോയിഡ് ഫോണുകളിലാണ് നിലവിൽ ഇത് ലഭ്യമാകുക. വൈകാതെ തന്നെ ആപ്പിൾ സ്റ്റോറിലും ലഭിക്കും. സംഭാവനകൾ സുതാര്യമാക്കുന്നതിനായി ബാങ്കുകൾ നിർദ്ദേശിക്കുന്ന KYC രേഖകളിലൊന്ന് ആപ്പിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് 24. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചേർത്ത് പിടിച്ച് ഓമനിച്ച ചൂരൽമലയിലെ 3 വയസ്സുകാരി നൈസ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു താരമാണ്. അച്ഛനെയും സഹോദരിമാരും അടക്കം കുടുംബത്തിൽ 5 പേരെയാണ് നൈസയ്ക്ക് നഷ്ടമായത്. വേദനകൾ ഒന്നും അറിയാതെ വയനാട് മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ വാർഡിൽ പരുക്കേറ്റ അമ്മയ്ക്കൊപ്പം കളിച്ചിരികളുമായി നൈസ എല്ലാവരുടെയും മനം കവരുകയാണ്. വയനാടെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂരൽമല കണ്ടു. ദൂരെ പുഞ്ചിരിമട്ടത്ത് ഉരുൾപൊട്ടി മനുഷ്യജീവനും സ്വത്തും അപഹരിച്ച വലിയ പാറക്കൂട്ടങ്ങൾ കണ്ടു. ദുരന്തത്തിന്റെ കണ്ണീരോർമ്മയായി പകുതി തകർന്ന വെള്ളാർമല ഹൈസ്കൂൾ കണ്ടു. പരുക്കേറ്റവരെ കാണാൻ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെത്തിയ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ പൊന്നുമോളുടെ മുൻപിൽ ഒരു മുത്തച്ഛനെ പോലെയായി. അല്പനേരം നൈസയുടെ കളിചിരികൾക്ക് ഒപ്പം നിന്നു. നമസ്തേ പറയ്. നമസ്തേ ഈ പറയപ്പോ അവര് അവിടെ നടന്ന സംഭവമൊക്കെ ചോദിച്ചു, അത് വിശദീകരിച്ചു. എന്താ സംഭവിച്ചു, എങ്ങനെയാണ് മോളെയും കൊണ്ട് എങ്ങനെയാണ് ഇവിടുത്തെ രക്ഷപ്പെട്ടത് ഒക്കെ ചോദിച്ചു. വെള്ളാർമല സ്കൂൾ റോഡിലെ വീട്ടിലുണ്ടായിരുന്ന 7 പേരിൽ ഇന്ന് അവശേഷിക്കുന്നത് നൈസയും ഉമ്മ ജമീലയും മാത്രം. ഉരുൾപൊട്ടിയതിന്റെ ബാക്കി പത്രമായി അച്ഛൻ ഷാജഹാനും 2 മൂത്ത സഹോദരിമാരും ഷാജഹാന്റെ അച്ഛനമ്മമാരും ഓർമ്മകളിലേക്ക് മറഞ്ഞു. ഉമ്മ ജമീലയും നൈസയും മാത്രം ബാക്കിയായി. തിരിച്ച് ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളുണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞെന്നല്ലാതെ അതൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ 4 പേരെടുത്താണ് അധികം സംസാരിച്ചത്. ഏറെയും സമയം ഇവിടെ തന്നെയായിരുന്നു. കാര്യങ്ങളൊക്കെ ശ്രമിച്ച് മോളായിട്ടൊക്കെ വാപ്പയും അനിയത്തികളൊക്കെ പോയി തന്നതിലൊക്കെ ഭയങ്കര സങ്കടമുണ്ട്. വന്നതും തന്നെ ഓമനിച്ചതും പ്രധാനമന്ത്രിയാണോ എന്നൊന്നും ഈ കൊച്ചുമിടുക്കിക്കറിയില്ല. നഷ്ടപ്പെടലുകളുടെ വേദനകൾ ഒന്നും അറിയാത്ത പ്രായത്തിൽ അവൾ വീണ്ടും കളിച്ചിരികളിലേക്ക് മടങ്ങുകയാണ്. VS മനീഷിനും രാജേഷ് നെയ്യാറിനുമൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, ടീം 24 വയനാട്. മുണ്ടക്കൈ, ചൂരൽമല, മേപ്പാടി ഭാഗങ്ങളിൽ ഉരുൾപൊട്ടലിൽ രേഖകൾ നഷ്ടപ്പെട്ടവർക്കായി നാളെ പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിക്കും. മേപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂൾ, സെന്റ് ജോസഫ് UP സ്കൂൾ, മൗണ്ട് താബോർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പ് നടത്തുക. ദുരന്തത്തിൽ രേഖകൾ നഷ്ടപ്പെട്ടവർ ഈ സൗകര്യം പ്രയോജനപ്പെടുത്തണമെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. മലപ്പുറം, പാലക്കാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. വയനാട്, കോഴിക്കോട്, ഇടുക്കി, എറണാകുളം, പത്തനംതിട്ട, തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ദുരന്ത സാധ്യതാ മേഖലയിലുള്ളവർ എമർജൻസി കിറ്റ് തയ്യാറാക്കണമെന്നും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും നിർദ്ദേശം നൽകി. തെക്കൻ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധന വിലക്ക് തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ 25 സെന്റിമീറ്റർ ഉയർത്തിയെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. രാത്രി 8 മണിക്ക് 50 സെന്റിമീറ്റർ കൂടി ഉയർത്തും. സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. മലപ്പുറം കരുവാരക്കുണ്ട്, കൽക്കുണ്ട് മേഖലയിൽ മലവെള്ളപ്പാച്ചിൽ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഒലിപ്പുഴയിലും കല്ലൻപുഴയിലും സമീപത്തെ തോടുകളിലും ജലനിരപ്പ് പെട്ടെന്നുയർന്നത്. മമ്പറ്റ, കൽക്കുണ്ട്, ചേരി, മണലിയംപാടം എന്നിവിടങ്ങളിലെ പാലങ്ങൾക്ക് മുകളിലൂടെ വെള്ളമൊഴുകി. വനത്തിനുള്ളിലെ കനത്ത മഴയാണ് മലവെള്ളപ്പാച്ചിലിന് കാരണമായത്. വൈകിട്ട് 4:30 മഴ ശമിച്ചു. തുടർന്ന് ജലനിരപ്പ് താഴ്ന്നു.
സെബി മേധാവിക്കെതിരായ ഹിൻഡൻബർഗ് ആരോപണം കേന്ദ്ര സർക്കാരിനെതിരെ ആയുധമാക്കി പ്രതിപക്ഷം. വിഷയം സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷിക്കണമെന്നാണ് ഇന്ത്യ മുന്നണിയുടെ ആവശ്യം. ആരോപണം നിഷേധിച്ച് സെബി മേധാവി മാധബി പുരി ബുച്ചും അദാനി ഗ്രൂപ്പും രംഗത്തെത്തി. ഇന്ത്യയിൽ സാമ്പത്തിക അസ്ഥിരതയും അരാജകത്വവും സൃഷ്ടിക്കാനുള്ള ഗൂഢാലോചനയാണ് വിവാദത്തിന് പിന്നിലെന്ന് BJP പ്രതികരിച്ചു. അദാനി ഗ്രൂപ്പിലേക്ക് പണമെത്തിയ ഷെൽ കമ്പനികളിൽ സെബി ചെയർപേഴ്സൺ മാധബി പുരി ബുച്ചിനും ഭർത്താവിനും നിക്ഷേപമുണ്ടെന്നാണ് US ആസ്ഥാനമായ ഹിൻഡൻബർഗ് റിസർച്ച് ഇന്നലെ ആരോപിച്ചത്. വിഷയം ഏറ്റെടുത്ത പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിനെതിരെയും ആക്രമണം കടുപ്പിച്ചു. നടപടിയെടുക്കേണ്ടവർ തന്നെ കുറ്റം ചെയ്തെന്നും സുപ്രീം കോടതി സ്വമേധയാ കേസെടുക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. उनका अडानी ग्रुप के साथ एक रिश्ता है तो इसकी जांच होनी चाहिए और जिस तरह से कांग्रेस पार्टी ने कहा है कि इसके लिए JPC बनाई जानी चाहिए ताकि इस पर इसका गहन अध्ययन किया जाए. जहाँ तक हिंडनबर्ग का सवाल है, വിഷയം സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷിക്കണമെന്ന പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടു. അതേസമയം പ്രതിപക്ഷം വിദേശ ശക്തികളുമായി ചേർന്ന് ഇന്ത്യക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുവെന്നാണ് BJPയുടെ പ്രതികരണം. आपका कौन सा ये रिश्ता पुराना है कि भारत के आर्थिक जगत के हर संस्थान के ऊपर आपका लगता निशाना है. और मैं स्पष्ट करना चाहता हूं, आज तक कांग्रेस और इन्होंने कभी किसी विदेशी कंपनी के खिलाफ कोई बयान और आंदोलन नहीं किया. हम जब विपक्ष में थे तो स्वदेशी आंदोलन हम करते थे और जब हम सत्ता में आए तो मोदी जी की सरकार ने मेक इन इंडिया किया. ഹിൻഡൻബർഗിന്റെ പുതിയ ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമെന്ന അദാനി ഗ്രൂപ്പ് സമഗ്രമായ അന്വേഷണം നടത്തി ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് കണ്ടെത്തിയതാണ്. ഇത് വീണ്ടും ആവർത്തിക്കുകയാണ് ഹിൻഡൻബർഗ് എന്നും അദാനി ഗ്രൂപ്പ് പ്രതികരിച്ചു. തന്റെ എല്ലാ നിക്ഷേപങ്ങളും സെബിയെ അറിയിച്ചതാണെന്നും ഏത് ഏജൻസിക്കും രേഖകൾ നൽകാൻ തയ്യാറാണെന്നും മാധബി പുരി ബുച്ച് പ്രസ്താവനയിൽ അറിയിച്ചു. 24 ഡൽഹി. മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ K. കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് താനൂരിലെ വീട്ടിലായിരുന്നു അന്ത്യം. 71 വയസ്സായിരുന്നു. നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ പ്രമുഖർ അനുശോചിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ K. കുട്ടി അഹമ്മദ് കുട്ടി 2004 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു. ലീഗ് സംസ്ഥാന സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോർഡ് ചെയർമാൻ എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട്. നിലവിൽ സംസ്ഥാന കമ്മിറ്റിയുടെ പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ ചെയർമാനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. 1992 ഉപതെരഞ്ഞെടുപ്പിൽ താനൂരിൽ നിന്നും 1996 2001 തിരൂരങ്ങാടിയിൽ നിന്നും നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. താഴെത്തട്ടിൽ നിന്ന് വളർന്നുവന്ന മുസ്ലിം ലീഗിന്റെ ബൗദ്ധിക മുഖമായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി. 1953 ജനുവരി 15 K. സേതാലിക്കുട്ടി മാസ്റ്ററുടെ മകനായാണ് കുട്ടി അഹമ്മദ് കുട്ടിയുടെ ജനനം. ജഹനാരയാണ് ഭാര്യ. സുഹാന, സുഹാസ് അഹമ്മദ്, ഷഹബാസ് അഹമ്മദ് എന്നിവർ മക്കളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ അനുശോചിച്ചു. വളരെ വലിയ മാറ്റങ്ങൾ ആ വകുപ്പിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലും MLA എന്നുള്ള നിലയിലും ശ്രദ്ധേയമായ സേവനം നടത്തിയിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ്. 24 മലപ്പുറം. ഇതോടെ ഇന്ന് സംഭവിച്ചത് ഇവിടെ പൂർണ്ണമാകുന്നു.